നഗരസഭയിൽ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി അടിയന്തര കൗൺസിലിന്റെ മറവിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ ഭരണസമിതി ശ്രമിക്കുന്നതായി പ്രതിപക്ഷം. നഗരസഭാ പരിധിയിലെ കിഴക്കേത്തോട് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് മണൽ മാറ്റിയ വിഷയമാണ് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ പ്രധാന അജണ്ടയായി വന്നത്. തോട് വൃത്തിയാക്കുന്ന നടപടിയെ പ്രതിപക്ഷം പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ മറവിൽ വൻ തുകയുടെ തട്ടിപ്പാണ് ഇവിടെ അരങ്ങേറുന്നതെന്ന് മുസ്ലിം ലീഗ് കൗൺസിലർ PMA ജലീൽ പറഞ്ഞു. ഏകദേശം 26 ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികളാണ് ഇതിനായി കൊട്ടേഷൻ വ്യവസ്ഥയിൽ നടത്തിയത്. ഇതിൽ 22 ലക്ഷം രൂപ അനുവദിക്കുന്ന കാര്യമാണ് കൗൺസിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ തുക ഏത് ഫണ്ടിൽ നിന്നാണ് അനുവദിക്കുന്നതെന്നോ തോട്ടിൽ നിന്നും എത്ര ലോഡ് മണൽ നീക്കം ചെയ്തുവെന്നോ ഉള്ള കൃത്യമായ അളവുകൾ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. യാതൊരുവിധ സുതാര്യതയുമില്ലാതെ ലക്ഷങ്ങളുടെ അഴിമതി ഒളിച്ചു കടത്താനുള്ള വ്യക്തമായ ഗൂഢശ്രമമാണ് ഇതിന് പിന്നിൽ നടക്കുന്നത്. കഴിഞ്ഞ കൗൺസിൽ യോഗം ചേർന്നിരുന്നു. കൗൺസിൽ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് ഒറ്റ അജണ്ട മാത്രമായി. അത് കിഴക്കേത്തോട് മണല് മാറ്റിയ വിഷയമാണ് ചർച്ച. പക്ഷെ അതിൽ 26 ലക്ഷം രൂപയുടെ ടെൻഡറാണ് നടത്തിയത്. അത് കൊട്ടേഷൻ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 26 ലക്ഷം രൂപയ്ക്ക് 22 ലക്ഷം രൂപ അനുവദിക്കുന്ന കാര്യമാണ് അജണ്ടയിൽ വന്നത്. പക്ഷെ ആ ഫണ്ട് എവിടെ നിന്നാണെന്ന് ആ അജണ്ടയിൽ പറയുന്നില്ല. അതോടൊപ്പം തന്നെ ഇതിന്റെ അളവ് പറയുന്നില്ല, എത്ര ലോഡ് എടുത്തു എന്ന് പറയുന്നില്ല. ഒരു കൃത്യമായ തട്ടിപ്പാണ് അതിന്റെ പേരിൽ നടന്നത്. ആകെ 39 കൗൺസിൽ അംഗങ്ങളുള്ള നഗരസഭയിൽ 20 കൗൺസിലർമാരും ഈ അജണ്ടയ്ക്കെതിരെ ശക്തമായ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി നൽകിയിരുന്നു. ഭൂരിപക്ഷം അംഗങ്ങളും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും ജനാധിപത്യ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് പണം പാസാക്കാൻ അനുമതി നൽകിയത് നിയമവിരുദ്ധമാണ്. ഈ തുക ഇതിനകം കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ചട്ടവിരുദ്ധമായി പണം നൽകാൻ കൂട്ടുനിന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ സമീപിക്കുമെന്നും ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലർമാരായ PMA ജലീൽ, ഉമ്മർ ഫറൂഖ് എന്നിവർ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ കിഴക്കേത്തോട് വൃത്തിയാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നന്നായി നടത്തിയത് നല്ല കാര്യമാണ് എന്ന കാര്യത്തിൽ ഒന്നും തർക്കമല്ല. പക്ഷെ അതിന്റെ പേരിൽ ആ തോട് വൃത്തിയാക്കിയതിന്റെ പേരിലും ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടത്തിയത്. അതിൽ ആകെ 39 കൗൺസിൽ അംഗങ്ങളിൽ 20 കൗൺസിൽ അംഗങ്ങളും വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും ആ പണം കൊടുത്തു എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. ആ പണം നൽകിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണം, സർക്കാരിനെ സമീപിക്കും. അത് കൊടുത്തവർക്ക് ശക്തമായ നടപടി ഉണ്ടാവും എന്നാണ് പറയാനുള്ളത്.